നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നാളത്തെ ഹാർഡ് വർക്ക് ഒക്കെ വെച്ചിട്ട് നല്ലൊരു പൊസിഷൻ എന്തായാലും അവർ ഓഫർ ചെയ്യും. പിന്നെ എന്തിനാണ് പോകുന്നതെന്ന് സ്റ്റീവൻ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഞാൻ ഓഫീസ് പൊളിറ്റിക്സിന്റെ ഭാഗമാകേണ്ടി വരും. എനിക്കതിൽ താല്പര്യമില്ല എന്ന് അവൻ പറയും. മറ്റൊരു കമ്പനിയിലേക്ക് പോയാലും ഇത് തന്നെയല്ലേ വരാനായിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി ഇപ്പോൾ ആലോചിക്കുന്നില്ല. എന്താണ് വേണ്ടുന്നതെന്ന് റിസൈൻ ചെയ്തതിന് ശേഷം ആലോചിച്ച് തീരുമാനിക്കാം എന്നാണ് വിചാരിക്കുന്നതെന്ന് അവൻ പറയും. ക്യാങ്ങിന്റെ തീരുമാനം തീർച്ചയായിട്ടും ജിയൂണിനെ അപ്സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് അച്ഛൻ അറിയാം. അച്ഛൻ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ വിഷമം വന്നു എന്ന് അവൾ സമ്മതിക്കും. അവൻ എന്തെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ആ തീരുമാനത്തിൽ എത്തത്തുള്ളൂ എന്ന് അച്ഛൻ പറയുമ്പോൾ എനിക്കതറിയാം, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വിഷമം തോന്നിയത്. പക്ഷേ ആ ഒരു ഡിസിഷൻ റെസ്പെക്ട് ചെയ്യാനാണ് ഞാനിപ്പോൾ തൽക്കാലം ശ്രമിക്കുന്നതെന്ന് ജിയൂൺ പറയും. എന്തുകൊണ്ടാണ് ജിയൂണിനെ ക്യാങ്ങിന് ഇഷ്ടപ്പെട്ടതെന്ന് അച്ഛന് മനസ്സിലാവും. അവന്റെ അടുത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടല്ലോ എന്ന് അച്ഛന് സന്തോഷം തോന്നും. വേറെ കമ്പനിയിൽ പോവാന്നതിനെ പറ്റി ആലോചിക്കാത്തിടത്തോളം വേറെ എന്തെങ്കിലും ബിസിനസ് ഐഡിയ ആണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ജിയൂൺ ശ്രമിക്കുമ്പോഴത്തേക്കിനും അവൻ പ്രത്യേകിച്ച് ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലാവും. അവന്റെ ഡിസിഷനെ സപ്പോർട്ട് ചെയ്യണം നോക്കുന്നുണ്ട്. പക്ഷെ പൊളികുന്ന നിലയിൽ ഇത്രയും നാൾ അവൻ ഹാർഡ് വർക്ക് ചെയ്തൊക്കെ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് അത് അംഗീകരിച്ചു കൊടുക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. പക്ഷെ കമ്പനിയിൽ ചെന്ന് പറയുമ്പോൾ അവര് ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും അത് ഈസി ആയിരിക്കത്തില്ല എന്ന് അവൾ ക്യാങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. പിറ്റേ ദിവസം പ്രസിഡന്റ് ഹാനിനെ കാണാൻ ചെല്ലുമ്പോൾ അവനത് മനസ്സിലാവും. ഞാൻ നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്, റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് ക്യാങ് പിറ്റേ ദിവസം ഹാനെ കണ്ട് പറയുമ്പോൾ ജിയൂണിന്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചതുകൊണ്ടാണോ നീ ഇത് ചെയ്യുന്നതെന്നാണ് ഹാൻ തിരിച്ചു ചോദിക്കുന്നത്. അതും ഒരു റീസൺ ആണ്, വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും. അതിന് എനിക്ക് താല്പര്യമില്ല എന്ന് അവൻ പറയും. നമുക്ക് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും, അതിനും കൂടി വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ഹാൻ പറയുമ്പോൾ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. പ്രസിഡന്റിന്റെ പൊസിഷനും അതിനൊരു തടസ്സമാണ്. അതുകൊണ്ട് എനിക്കിനിയും ഇവിടെ തുടരാനായിട്ട് താല്പര്യമില്ല. റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നതിന് മുൻപ് നേരിട്ട് കണ്ട് പറയാനാണ് ഞാൻ വന്നതെന്ന് അവൻ പറയുമ്പോൾ ഇപ്പൊ കൊടുക്കരുത്, നീ വെയിറ്റ് ചെയ്യാനാണ് ഹാൻ അവനോട് ആവശ്യപ്പെടുന്നത്. പ്രസിഡന്റ് ഹാൻ എക്സിക്യൂട്ടീവ് നോയെയും HR ഹെഡിനെയും വിളിപ്പിക്കും. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കോൺഫിഡൻഷ്യൽ ആണ്, അത് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം, പുറത്താരും അറിയാൻ പാടില്ല എന്ന് അവർ ആദ്യമേ പറയും. സീവു റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ നോയ്ക്ക് സന്തോഷമാവും. പക്ഷേ അവന്റെ റെസിഗ്നേഷൻ ലെറ്റർ കിട്ടുമ്പോൾ അതിൽ പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കാതെ വെച്ച് താമസിപ്പിക്കണമെന്ന് ഹാൻ HR ഹെഡിനോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ സീവുവിനെ പുറത്തടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാമെന്ന് പ്രസിഡന്റ് ഹാൻ നോയുടെ അടുത്ത് പറയും. അയാൾ ഞെട്ടി അവരെ നോക്കൂ. പക്ഷേ കമ്പനിയുടെ ഒരു കീ അസറ്റ് ആണ് സിവുവിനെ പോലെ ഒരു എംപ്ലോയി. അതുകൊണ്ട് തന്നെ കമ്പനി നേരിട്ടാണ് സിവുവിന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരാളെ പറഞ്ഞു വിടുന്നത് കമ്പനിക്ക് വലിയ നഷ്ടം വരുത്തി വെക്കും. എന്ത് വന്നാലും അവൻ കമ്പനിയിൽ നിന്ന് പോകാനായിട്ട് പാടില്ല. അതിനെന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കണം. ഇനി അവൻ പോകാൻ തീരുമാനിക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത പെർഫോമൻസ് റിവ്യൂവിനെ ബാധിക്കുന്ന ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിട്ടാണ് പ്രസിഡന്റ് ഹാൻ അവിടുന്ന് പോകുന്നത്. ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ റിപ്പോർട്ടൊന്നും വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് മാനേജർ കോയെ അയാളുടെ പൊസിഷനിൽ നിന്ന് മാറ്റിയേക്കാൻ നോ HR ഹെഡിനോട് പറയും. അയാൾ സമ്മതിക്കും. സാധനങ്ങളെല്ലാം അടുത്ത ഓഫീസിൽ നിന്ന് പുറത്തു പോകാൻ തുടങ്ങുകയാണ് മാനേജർ കോ. അന്നേരമാണ് ക്യാങ് അങ്ങോട്ടേക്ക് വരുന്നത്. നിന്നെ കണ്ട അന്ന് മുതൽ എനിക്ക് കഷ്ടകാലമാണ്, ഞാൻ ഒന്ന് തിരിച്ചു വന്നോട്ടെ, നിന്നെ എങ്ങനെയാണ് പുറത്ത് അടിക്കേണ്ടതെന്ന് ഞാൻ ആലോചിച്ചോളാന്ന് അയാൾ പറയുമ്പോഴത്തേക്കിനും എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ എന്നാണ് അവൻ തിരിച്ചാദ്യം പറയുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം കൂടും. നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇങ്ങനെയൊന്നും ആകത്തില്ലായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ബോസിനെ കിട്ടിയില്ല, അതാണ് പ്രശ്നം എന്ന് ക്യാങ് പറയുമ്പോൾ അയാൾക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാനില്ലാതാവും. ബ്ലൈൻഡ് ഡേറ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ജിയൂണിന്റെ അമ്മയെ ആരോ വിളിക്കും. ജിയൂണിനെ വെറുതെ വിടാനായിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഷോപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന ആ പയ്യനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ എന്താ അത് ചെയ്യാത്തത്, അവൻ എവിടെയാ ജോലി ചെയ്യുന്നത്, അവന്റെ അച്ഛനും അമ്മ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അമ്മ ചോദിക്കും. അച്ഛനാണെങ്കിലും ഒന്നും വിട്ടു പറയുന്നില്ല. അമ്മ അച്ഛന്റെ ഫോൺ എടുത്തിട്ട് വിളിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അച്ഛൻ ഫോണും വാങ്ങിപ്പോവും. പ്രോഡക്റ്റ് ലോഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷവും പുതിയ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രോഡക്റ്റ് എന്താണെന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിരിക്കും എന്ന് ജൂണും നാരിയും വിചാരിക്കും. പക്ഷേ ടാസ്ക് ഫോഴ്സ് ഡിസ്ബാൻഡ് ചെയ്യുകയാണെന്നാണ് ക്യാങ് അവരോട് പറയുന്നത്. അത് രണ്ടുപേർക്കും ഷോക്കാണ്. റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ പോവുകയാണെന്നുള്ള കാര്യം മാത്രം ക്യാങ് അവരോട് പറയുന്നില്ല. ജൂണിന് പഴയ ടീമിലേക്ക് തിരിച്ചു പോകാനാണ് താല്പര്യമെന്ന് അവൾ അന്നേരം തന്നെ പറയും. എന്നാൽ ജൂണും നാരിയും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഡിസ്ബാൻഡ് ചെയ്യുന്നത്, പുതിയ ഐഡിയാസ് കിട്ടാത്തതുകൊണ്ടാണെങ്കിലും ഞങ്ങൾ അത് കണ്ടുപിടിക്കാം എന്നൊക്കെ അവർ ക്യാങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അന്നേരം അവനൊരു കോൾ വരും.
അവന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ലഞ്ചിന് പോകാൻ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. ജിയൂണിന് എന്തെങ്കിലും അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ ജിയൂണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാണ് ക്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ റെസിഗ്നേഷന്റെ കാര്യം അവളും അവരോട് പറയത്തില്ല. തൽക്കാലം ഒന്നും ചെയ്യാതിരിക്കാനാണ് പോകുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്, ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് അവളും അവരോട് പറയും. ജിയൂണ് അന്നേരം ഒരു കോള് വരും, അമ്മയാണ് വിളിക്കുന്നത്, നിന്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നുണ്ടേ ക്യാങ് ആണ്. അമ്മയടുത്ത് ഫോൺ വെക്കാൻ പറഞ്ഞിട്ട് അവൾ ക്യാങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. ജിയൂണിന്റെ അമ്മ വിളിക്കുമ്പോൾ അമ്മ കാണാൻ വരുന്നു എന്നാണ് അവൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് അവളോടൊന്നും പറയാതെ മീറ്റിംഗിന്റെ ഇടയ്ക്ക് അവൻ തിരിച്ചു പോരുന്നത്. അമ്മയായിട്ട് ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തതാണെന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. ക്യാങ്ങിനെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ജിയൂണിന് മനസ്സിലാവും. അമ്മയുടെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് രണ്ടുപേരും തീരുമാനിക്കും. ജെയിനെ അന്വേഷിച്ച് നോവ അവന്റെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലും. ഫ്രണ്ട് മാത്രമേ അന്നേരം അവിടെ ഉള്ളൂ. അവൻ പുറത്തേക്ക് പോയതാണ്, കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അവൻ തിരിച്ചു വരും പറയുമ്പോഴത്തേക്കും അവൻ തിരിച്ചു വരും. എനിക്ക് ജർമ്മനിയിലേക്കും പോകണം എന്ന അതേ സമയത്ത് ഇയാളെ ഉപേക്ഷിച്ച് പോകാനും വയ്യ, എനിക്ക് ഇയാളെ വേണം, ഞാൻ സെൽഫിഷ് ആവുകയാണെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നതെന്ന് അവൾ പറയുമ്പോൾ എനിക്കത് പറ്റത്തില്ല എന്നാണ് അവൻ മറുപടി കൊടുക്കുന്നത്. അച്ഛൻ്റെ ജോലി കാരണം അവന് സ്റ്റേബിളായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആളുകളൊക്കെ അവനെ അസൂയയോടെ നോക്കുമ്പോഴും അവന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ആരോടെങ്കിലും അടുത്ത് വരുമ്പോഴത്തേക്കിനും വേറെ സ്ഥലത്തേക്ക് പോകേണ്ട സമയമാവും. അതുകൊണ്ട് അവനൊരു 20 വയസ്സായപ്പോൾ വീട്ടിലൊക്കെ ബഹളം ഉണ്ടാക്കി തിരിച്ച് കൊറിയയിലേക്ക് വന്നതാണ്. അവൻ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ അവനിവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ടിട്ട് വീണ്ടും ആ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ യാതൊരു താല്പര്യവും ഇല്ല. പിന്നെ എനിക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലും താല്പര്യമില്ല. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നോവയെ ഫോളോ ചെയ്ത് അവളുടെ കൂടെ ചെല്ലാനും അവന് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നാണ് അവൻ പറയുന്നത്. അവളോട് അവൻ അപ്പോളജൈസ് ചെയ്യും. നോവയെ എത്രമാത്രം ജെയിൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അവളെ കാണാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഫ്രണ്ടിന് അറിയാം. നീ ഫോഴ്സ് ചെയ്ത് ഈ ഒരു റിലേഷൻ അവസാനിപ്പിക്കുന്നത് മണ്ടത്തരമാണ്, അവസാനം അറിയാമെന്ന് നിന്റെ വെറും തോന്നലാണ്, അതിൽ കൂടി പോയാൽ മാത്രമേ എന്തായിരിക്കും അവസാനം എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ഫ്രണ്ട് അവനോട് പറയും. എപ്പോഴത്തേം പോലെ ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തതിന് ജിയൂൺ ബഹളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ജിയൂൺ അമ്മയെ വിളിച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആളെ ഇഷ്ടപ്പെട്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാണ് അവൾ പറയുന്നത്. എൻ്റെ ബോസായിരുന്നു, അങ്ങനെ ഞങ്ങൾ നേരത്തെ അറിയാം, ഞങ്ങൾ ഡേറ്റ് ചെയ്യുകയാണ്, ഓൾറെഡി കപ്പിളാണെന്നൊക്കെ അമ്മയടുത്ത് പറയുമ്പോഴത്തേക്കിനും അമ്മയ്ക്ക് നല്ല സന്തോഷമാണ്. അച്ഛൻ ഇത് അറിയായിരുന്നോ എന്നാണ് പിന്നീട് അമ്മ ചോദിക്കുന്നത്. അച്ഛൻ്റെ കടയിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന അച്ഛന് ഒരുപാട് ഇഷ്ടമുള്ള ആ ആള് ക്യാങ് ആണെന്ന് തിരിച്ചറിയുമ്പം അമ്മയ്ക്ക് പിന്നെ സന്തോഷമാവും. അച്ഛന് ഇഷ്ടമുള്ള 2 ആളുകൾ തമ്മിൽ ഡേറ്റ് ചെയ്യുന്ന കാര്യം പറയാൻ അച്ഛൻ എന്തിനാണ് മടിച്ചതെന്ന് അമ്മ സംശയിക്കും. ക്യാങ്ങിന്റെ ഡിവോഴ്സ് കഴിഞ്ഞതാണെന്ന് അന്നേരമാണ് ജിയൂൺ അമ്മയോട് പറയുന്നത്. ക്യാങ് അച്ഛൻ്റെ കൂടെ അച്ഛനെ ഷോപ്പിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിയൂൺ അമ്മയെ കാണാൻ പോയിട്ട് കുറെ നേരമായി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കുന്നത് അച്ഛനെ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് എൻ്റെ വൈഫ് സമ്മതം പറഞ്ഞാൽ മാത്രമേ ഞാനും ഇതിന് സമ്മതിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അച്ഛൻ പറയും. എൻ്റെ വൈഫ് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമെന്നാണ് ക്യാങ് മറുപടി കൊടുക്കുന്നത്. ക്യാങ്ങിന്റെ കല്യാണം കഴിഞ്ഞതായിരുന്നു എന്ന് അറിയുമ്പോഴത്തേക്കിനും അമ്മയ്ക്കത് ഇഷ്ടപ്പെടുന്നില്ല. അമ്മ കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ പുറത്തേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതെന്ന് ജിയൂൺ ചോദിക്കും. അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അമ്മയ്ക്കാണ് ക്യാങ്ങിനെ കൂടുതൽ മനസ്സിലാകുന്നതെന്ന് അവൾ പറയുമ്പോഴത്തേക്കിനും ഞാൻ ഇത്രയും കാലത്തിന് ശേഷമാണ് ഡിവോഴ്സ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. ആളുകളൊക്കെ അങ്ങനെയാണ്, കുറേയൊക്കെ വർക്കൗട്ട് ആവാൻ പറ്റുമോ എന്ന് അവർ ശ്രമിച്ചു നോക്കും. അതില്ലാന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അടുത്ത ഓപ്ഷനെ പറ്റി ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ശിവന്റെ കാര്യം അങ്ങനെയല്ല. 1 വർഷത്തിനുള്ളിലാണ് അവൻ ഡിവോഴ്സ്ഡ് ആയത്. അങ്ങനെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് എൻ്റെ മോളെ ഏൽപ്പിക്കും എന്നാണ് അമ്മ ചോദിക്കുന്നത്. എന്ത് വന്നാലും ഞാനിത് സമ്മതിക്കത്തില്ല എന്ന് തന്നെ അമ്മ അവളോട് പറയും. അമ്മയുടെ എതിർപ്പ് അവർ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യുമെന്ന് അവർ വിചാരിച്ചില്ല. എന്തായാലും അമ്മയുടെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കും. രണ്ടുപേരും അവരുടേതായിട്ടുള്ള രീതിയിൽ അമ്മയെ സമ്മതിപ്പിക്കാൻ ശ്രമിക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എക്സിക്യൂട്ടീവ് നോ ക്യാങ് ചെല്ലുന്ന സമയത്ത് തന്നെ അവൻ്റെ കൂടെ ജിമ്മിലേക്ക് ചെല്ലും. ഇയാൾക്ക് ഗോൾഫ് കളിക്കാനായിട്ട് അറിയാമോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രൈവറ്റ് കോച്ചിനെ പരിചയപ്പെടുത്തി തരാം, നമുക്ക് ഒന്നിച്ച് ഗോൾഫ് കളിക്കാനായിട്ട് പോകണം, എങ്കിലേ ഇയാൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടത്തുള്ളൂ എന്നുള്ള രീതിക്ക് സംസാരിക്കും. എനിക്ക് ഗോൾഫ് കളിക്കാനായിട്ട് താല്പര്യമില്ല, എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ടേ ഇയാൾ ശരിക്കും റിസൈൻ ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിക്കും. ആണെന്ന് അവൻ പറയും. പക്ഷേ ഇയാൾ പോകുന്നതല്ല, ഹാനിന് നല്ല വിഷമമുണ്ട്. അതൊക്കെ ആലോചിച്ചുകൂടെയെന്ന് അയാളെ ചോദിക്കുമ്പോൾ ഹാനിനെ പറ്റി സാറിന് ഇത്രയും കൺസേൺ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ പോയി കഴിഞ്ഞാലും പ്രസന്റ് ഹാനിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ക്യാങ് അവിടുന്ന് പോകും. അവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ്
മാനേജർ കോയുടെ പൊസിഷനിലേക്ക് താൽക്കാലികമായിട്ട് വരുന്നത്. അതിൽ അവർക്കെല്ലാം സന്തോഷമുണ്ട്. ആ ടീമിലേക്ക് തന്നെയാണ് ജീവൻ തിരിച്ചു വന്നേക്കുന്നത്. ഒരു പുതിയ റിക്രൂട്ട് അന്ന് ജോയിൻ ചെയ്യും. ആർക്കെങ്കിലും അയാളുടെ മെന്റർ ആകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജീവൻ സമ്മതിക്കും. നാരി പഴയ ടീമിലേക്ക് തിരിച്ചു പോകും. ജൂണിന് എങ്ങോട്ടേക്ക് പോകാനാണ് താല്പര്യമെന്ന് ക്യാങ് ചോദിക്കുമ്പോൾ ക്യാങ്ങിന്റെ ഡിസിഷൻ അറിഞ്ഞിട്ട് തീരുമാനിക്കാം എന്നാണ് അവൻ പറയുന്നത്. അവനെ ഫോളോ ചെയ്യാനാണെന്ന് ക്യാങ്ങിന് മനസ്സിലാവും. അന്നേരമാണ് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ച വിവരം ജൂണിന്റെ അടുത്ത് അവൻ പറയുന്നത്. ഡെവലപ്മെന്റ് ടീമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ക്യാങ് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ടീമിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അവന് താല്പര്യമുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ അവരുടെ ടീം ലീഡറിന്റെ അടുത്ത് സംസാരിക്കാമെന്ന് ക്യാങ് അവന് ഉറപ്പ് കൊടുക്കും. പുതിയ പയ്യനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ജീവൻ വിളിച്ചുകൊണ്ട് വരും. അവൻ നല്ല ഹാൻസം ആണെന്ന് കാണുമ്പോൾ തന്നെ സിമുവിനെ അത്ര ഇഷ്ടപ്പെടുന്നില്ല. ആൾ നല്ല കോൺഫിഡന്റും ആണ്. ജീവൻ എന്ത് ഫുഡ് ഓഫർ ചെയ്താലും വേണ്ടാന്ന് പറയണം. ആൾക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. പിന്നെ ഇയാൾക്ക് നല്ലൊരു മെന്ററിനെയാണ് കിട്ടിയേക്കുന്നതെന്ന് സിമു അവൻ്റെ അടുത്ത് പറയും. ക്യാങ് ഇതിൻ്റെ ഇടയ്ക്ക് സ്ഥിരമായിട്ട് അമ്മയ്ക്ക് ഹെൽത്ത് സപ്ലിമെന്റ്സ് ഒക്കെ അയക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പേര് വെക്കാതെ അനോണിമസ് ആയിട്ടാണ് അവൻ അയച്ചുകൊണ്ടിരുന്നതെങ്കിലും അവനാണ് ഇതെല്ലാം കൊടുത്തു വിടുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. നോവ അന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എക്സ് ബോയ് ഫ്രണ്ട് അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടാവും. ഞാനും എൻ്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടും ഉടനെ ബ്രേക്കപ്പ് ആകാൻ പോവുകയാണ്. ഞാൻ കാരണം നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുത്. എന്തിനാണ് ആ ചെറിയ പയ്യനെ ഡേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. ഗേൾ ഫ്രണ്ടുമായിട്ട് എന്തോ വഴക്കുണ്ടായിട്ട് അവൻ വന്നതാണെന്ന് നോവയ്ക്ക് മനസ്സിലാവും. അവൾക്ക് ദേഷ്യം വരും. എനിക്ക് ഇയാളോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല, തിരിച്ചു പോകാനായിട്ട് പറഞ്ഞിട്ട് അവള് പോകാൻ തുടങ്ങുന്നുണ്ടേ. നീ ഒരുപാട് മാറിയിട്ടുണ്ട്, നീ ഇങ്ങനെ മാറാനായിട്ട് പാടില്ല, നീ അത് തിരിച്ചറിയുന്നുണ്ടോ എന്നൊക്കെ അവൻ വീണ്ടും ചോദിക്കും. അതെ, നീ കാരണം ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ സെൽഫിഷായി, എൻ്റെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പഠിച്ചു. അതുകൊണ്ട് എന്നെ ഇനി കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ട് അവൾ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവൻ പോകാൻ സമ്മതിക്കാതെ പിടിച്ചു വെക്കും. അന്നേരം ജെയിൻ അങ്ങോട്ടേക്ക് വന്ന് അവനെ പിടിച്ചു മാറ്റും. നീ ഇതിൽ ഇടപെടണ്ട, നിനക്ക് നോവയെ പറ്റി ഒന്നും അറിയത്തില്ല എന്ന് എക്സ് ബോയ് ഫ്രണ്ട് പറയുമ്പോൾ ഇയാളെക്കാട്ടിൽ നന്നായിട്ട് നോവയെ എനിക്കറിയാം. നോവ എത്ര അമേസിംഗ് ആണെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ടെന്നാണ് ജെയിൻ പറയുന്നത്. ഞാനും ജെയിനും ഡേറ്റ് ചെയ്യുകയാണ്. ഇനി എന്നെ അതുകൊണ്ട് ശല്യപ്പെടുത്താനായിട്ട് വരരുത്. വരുവാണെങ്കിൽ ഞാൻ പോലീസിൽ അറിയിക്കുമെന്ന് നോവ പറയുന്നത് കേൾക്കുമ്പോൾ എക്സ് ബോയ് ഫ്രണ്ടിന് ദേഷ്യവും. നിങ്ങൾ ബ്രേക്കപ്പ് ആകുമ്പോൾ കരഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരരുതെന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടുന്ന് പോകുന്നത്. ഇയാളെ തിരിച്ചു വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് ആർക്കെങ്കിലും ഒരാൾക്ക് ഫെഡപ്പായിട്ട് തോന്നുവാണെങ്കിൽ അന്നേരം അത് അവസാനിപ്പിക്കണം. അത് സമ്മതമാണോ എന്ന് ജെയിൻ ചോദിക്കുമ്പോൾ ആണെന്ന് നോവ പറയും. പക്ഷേ എനിക്കൊരിക്കലും മടുക്കത്തില്ല. ഞാൻ എല്ലാ ദിവസവും ഇയാളെ വിളിക്കാനായിട്ട് പോവുകയാണ്. ലെറ്റർ എഴുതും, വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും കാണാനായിട്ട് വരും എന്നൊക്കെ നോവ അവൻ ഉറപ്പ് കൊടുക്കും. റൈസ് കുക്കർ ശരിയാക്കാനായിട്ട് അച്ഛൻ്റെ ഷോപ്പിലേക്ക് വരുന്ന അമ്മ കാണുന്നത് സിബുവിനെയാണ്. സാധാരണ എല്ലാവരും ബുക്കൊക്കെയാണല്ലോ കൊടുത്തയക്കുന്നത്. ഇയാളെന്തിനാണ് എനിക്ക് ഹെൽത്ത് സപ്ലിമെന്റ്സ് തന്നയച്ചതെന്ന് അമ്മ ചോദിക്കും. എനിക്ക് അടുപ്പമുള്ള ആളുകൾ അസുഖം വന്ന് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവരുടെ ഹെൽത്ത് എനിക്ക് അത്രയും പ്രാധാന്യമുള്ളതാണെന്നാണ് അവൻ പറയുന്നത്. ഇയാളെ ജീവനും ഇതുപോലെയുള്ള ഗിഫ്റ്റ്സ് ആണോ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് അവൻ പറയും. അവനും അച്ഛനും ഒരുപോലെയാണെന്ന് അമ്മയ്ക്ക് തോന്നും. അവനത് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ജീവനെ ഇഷ്ടപ്പെട്ടതെന്ന് അമ്മ അവനോട് ചോദിക്കും. ആളെ നല്ല കോൺഫിഡൻ്റ് ആണ്, മിടുക്കിയാണ്. എന്തെങ്കിലും ശരിയാകാതെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാക്കാം എന്നൊക്കെ ആലോചിച്ച് കണ്ടുപിടിക്കും. എന്തിനും ഒരു പോംവഴി ഉണ്ടാവും ജീവന്റെ കയ്യിൽ. ജീവൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും അത് നേടിയെടുക്കും. ആ സ്വഭാവമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ജീവനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് അവൻ്റെ സംസാരം ഇഷ്ടപ്പെടും. അതിനിടയ്ക്ക് അവനത് ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അമ്മ എന്നിട്ട് പോകാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ജീവനും അച്ഛനും കൂടി അങ്ങോട്ടേക്ക് വരും. ഇവരെല്ലാം കൂടി അമ്മയെ അറിയിക്കാതെ രഹസ്യമായിട്ട് അവിടെ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അമ്മ അന്നേരം വിചാരിക്കുന്നത്. അങ്ങനെയല്ല, വഴിയിൽ വെച്ച് ഞാൻ ജീവനെ കണ്ടതാണെന്ന് അച്ഛൻ അമ്മയോട് പറയും. എന്തായാലും ഇയാള് ഇത്രയും വലിയൊരു കമ്പനിയിൽ ഇത്രയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടതെന്ന് അമ്മ പറയുമ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തു എന്ന് ക്യാങ് അമ്മയടുത്ത് പറയും. ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നുകൂടി അവൻ പറയാൻ നിൽക്കുമ്പോൾ അമ്മ ദേഷ്യത്തിൽ പുറത്തേക്ക് പോകും. അമ്മയ്ക്ക് നിന്നെ ഒന്നും ഇഷ്ടപ്പെട്ട് വരുമായിരുന്നു, നീ അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഇതൊക്കെ കയറി പറഞ്ഞതെന്ന് അച്ഛൻ അവനോട് ദേഷ്യപ്പെടും. പിന്നീട് ഇതറിയുവാണെങ്കിൽ അമ്മയ്ക്ക് കൂടുതൽ ദേഷ്യം തോന്നത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം തന്നെ പറയണമെന്ന് എനിക്ക് തോന്നി എന്നാണ് അവൻ പറയുന്നത്. എന്ത് കാര്യം പ്രയാസമാണെന്ന് തോന്നുമ്പോൾ പകുതി വെച്ചിട്ട് ഇട്ടിട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് സിബുവിനെന്നാണ് അമ്മയ്ക്ക് ഇപ്പോൾ കിട്ടിയ ഇംപ്രഷൻ. അങ്ങനെയല്ല, സിബു എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മാത്രമേ തീരുമാനിക്കാറുള്ളൂ. സിബുവിന്റെ ഡിസിഷൻസ് ഒക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ ജീവൻ സമാധാനിപ്പിക്കും. ക്യാങ്ങിനെ കൺവിൻസ് ചെയ്യാനായിട്ട് നോയ്ക്ക് പറ്റത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് ഹാൻ ആ ജോലി അയാളെ ഏൽപ്പിക്കുന്നത്. കാരണം അടുത്ത പ്രാവശ്യം അയാൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ വേണമല്ലോ.
അത് സിവുവിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. സിവു അന്ന് രാവിലെയാണ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഹാനെ കാണാൻ വരും. ഇനിയൊന്നും അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഹാന മനസ്സിലാവും. പ്രസിഡന്റ് ഉദ്ദേശിക്കുന്ന പോലെയുള്ള സപ്പോർട്ട് എനിക്ക് തരാനായിട്ട് പറ്റത്തില്ല എന്നാണ് ഹാൻ്റെ അടുത്ത് അവൻ പറയുന്നത്. അതിനു പകരം അവനൊരു പെൻഡ്രൈവ് കൊടുക്കും. നോയും കോയും കൂടി സ്ഥിരമായി ഗോൾഫ് കളിക്കാൻ പോയെടുത്ത് പല സബ് കോൺട്രാക്ടേഴ്സും അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. അവരെ കൈക്കൂലിയൊക്കെ കൊടുത്ത് അവരുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവരെ കണ്ടുകൊണ്ടിരുന്നത്. അധികം താമസിക്കാതെ ഈ ഒരു പ്രോജക്റ്റ് അവരായിരിക്കും ഹാൻഡിൽ ചെയ്യാന്നുള്ള രീതിക്കൊക്കെ ഇവർ രണ്ടുപേരും അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിനെയാണ് സിവു അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നത്. അയാളെ തെളിവ് സഹിതമാണ് സിവുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത്. VPയും ഇതിൽ ഇൻവോൾവ് ആണെന്ന് ഫ്രണ്ട് അവനെ അറിയിക്കും. ഇപ്പൊ എല്ലാവരും വാക്കാൽ പറഞ്ഞിട്ടേ ഉള്ളൂ. അതെല്ലാം പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. VPയും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് എന്ത് വേണമെന്ന് പ്രസിഡന്റിന് തീരുമാനിക്കാമെന്ന് സിവു അവരോട് പറയും. ഒരു പാർട്ടി ഗിഫ്റ്റ് എന്ന നിലയിലാണ് അവന് ഈ തെളിവെല്ലാം ഹാനിന് കൈമാറുന്നത്. ഇനി ഒരു വർഷത്തേക്ക് ഇതേ ഇൻഡസ്ട്രിയിലോ കോമ്പറ്റീറ്റേഴ്സിന്റെ കമ്പനിയിലോ സിവുവിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവൻ ഫൈനൽ എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോഴത്തേക്കിനും നോ അങ്ങോട്ടേക്ക് വരും. ഞാൻ റെസിഗ്നേഷൻ അപ്രൂവ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് സൈൻ ചെയ്ത് അപ്രൂവ് ചെയ്തു. എക്സിറ്റ് ഇന്റർവ്യൂ ഒന്നും ഇനി നടത്തേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് പ്രൊസീഡിങ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനാണ് എന്നോട് പറഞ്ഞതെന്ന് HR അയാളെ അറിയിക്കും. സിവുവിന് വേണ്ടിയിട്ട് ടീം മെമ്പേഴ്സ് എല്ലാം കൂടി ഒരു ഫെയർവെൽ പാർട്ടി ഒക്കെ അറേഞ്ച് ചെയ്യും. ആദ്യത്തെ ഡേറ്റിന് കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ അമ്മയും അച്ഛനും ഓർത്തെടുക്കും. എനിക്ക് ലോയറിനെ കാണാൻ വരാൻ താല്പര്യമില്ല, ഇത്രയും കാലം നിന്നെ നെഗ്ലക്ട് ചെയ്തതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിക്ക് ഇനി ഞാൻ അങ്ങോട്ടേക്ക് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അമ്മയോട് അപ്പോളജൈസ് ചെയ്യും. കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സെറ്റിലാക്കും. നോവ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അവളോട് പറയാതെ ജെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവളുടെ കൂടെ ചെല്ലുന്നുണ്ട്. അവളെ യാത്ര അയക്കാനായിട്ട് ചെല്ലുകയാണ്. അച്ഛനും അമ്മയും കൂടി ട്രാവൽ ചെയ്യാനായിട്ട് തീരുമാനിക്കും. അതുകൊണ്ട് അച്ഛൻ ഷോപ്പ് സിവുവിനെ ഏൽപ്പിക്കും. അടുത്തത് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് അവൻ ഫിഗർ ഔട്ട് ചെയ്യുന്നത് വരെ കട നോക്കി നടത്താനാണ് അച്ഛൻ അവനോട് പറയുന്നത്. ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ജിയൂണും ഷോപ്പിലേക്കാണ് വരുന്നത്. എന്നിട്ട് സിവുവിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ജിയൂണിന് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടും. പുതിയ ടാസ്ക് ഫോഴ്സിന്റെ ടീം ലീഡറും ജിയൂണാണ്. സിവു ഓട്ടോമൊബൈൽ ഓഡിയോ ടെക്നോളജി ഫോക്കസ് ചെയ്ത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങും. ജിയൂണും സിവുവും പരസ്പരം റിംഗ് എക്സ്ചേഞ്ച് ചെയ്ത് പ്രപ്പോസ് ചെയ്യുന്ന കാണിച്ചുകൊണ്ടാണ് ഡ്രാമ അവസാനിക്കുന്നത്.